കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോടതി അതിപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളെ എതിർക്കുന്നതിൻ്റെയോ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെയോ പേരിൽ ഒരു പൗരനെ നാട് കടത്താൻ കഴിയില്ല എന്നുള്ളതാണ് മുംബൈ ഹൈക്കോടതി അസന്നിഗ്ധമായി പറഞ്ഞേക്കുന്നത്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് നിരവധി പരാമർശങ്ങൾ കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതി നടത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് നിങ്ങളോട് ആദ്യം ഞാൻ വിശദമാക്കാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് SDP, അതായത് PFI എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ്. അവരോട് നമുക്ക് യാതൊരുവിധ ചായവുമില്ല. അവരൊക്കെ ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. പക്ഷേ എങ്കിലും വസ്തുതകളായി തന്നെ അവശേഷിക്കുമല്ലോ, അല്ലെങ്കിൽ ന്യായവും നീതിയും ഒക്കെ ആർക്ക് കിട്ടണമെങ്കിലും അതൊന്നും കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സയ്യിദ് അഹമ്മദ് അബ്ദുൾ വാഹിദ് ചൗധരിക്കെതിരായിട്ടുള്ള പോലീസ് ഇറക്കിയിട്ടുള്ള ഒരു നാട് കടത്തൽ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ മുംബൈ ഹൈക്കോർട്ട് ഇത്തരത്തിലുള്ളൊരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനൊരു വിധി പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ, അദ്ദേഹം BJP സർക്കാർ മൂർദാബാദ്, അമിത് ഷാ മൂർദാബാദ് എന്ന് പറഞ്ഞ് ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നടപ്പിലാക്കിയിട്ടുള്ളത്, ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി. നേരത്തെ തന്നെ അദ്ദേഹം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും ഗ്യാൻവാബി തർക്ക വിഷയത്തിലുമൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ 5 FIRകൾ എടുത്തിട്ടിട്ടുണ്ട്. ആ 5 FIRകൾ ചൂണ്ടിക്കാട്ടിയാണ് മുംബൈ നഗരം വിട്ടു പോകണമെന്നും പറ്റുമെങ്കിൽ മഹാരാഷ്ട്രനെ വിട്ടു പോകണമെന്നും അവിടേക്ക് പ്രവേശിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് മുംബൈ പോലീസ് ഉത്തരവിട്ടിരുന്നത്. പക്ഷേ കോടതി അസന്നിഗ്ധമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഭരണഘടനയുടെ 19, 21 അനുച്ഛേദങ്ങൾ പ്രകാരം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അന്തസ്സോടെ ജീവിക്കാനും അവകാശമുണ്ടെന്നും സർക്കാരിനെ എതിർക്കുന്നത് നാട് കടത്താനുള്ള അടിസ്ഥാനമല്ല എന്നുള്ളതുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ കോടതി ചില നിശ്ചിതമായിട്ടുള്ള പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങളിൽ ഒന്ന്, പോലീസ് സേന മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ സേവകരല്ലെന്നും മറിച്ച് അവർ പൊതുസേവകരാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ ചെയ്തേക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർട്ടി മാറിയാൽ അപ്പോൾ നിങ്ങൾ ഈ ഉത്തരവ് പിൻവലിക്കുമോ എന്നുള്ളതടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ന്യായാധിപരാണെങ്കിലും അവരും പത്രം വായിക്കാത്തവരല്ല, TV കാണാത്തവരല്ല, അവരും മാധ്യമങ്ങളൊക്കെ കാണുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഉള്ള കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അനിയന്ത്രിതമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ കയ്യിലില്ലാത്ത അധികാരങ്ങൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. നേരത്തെ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെ ജയിലിലടച്ചിരുന്നു. ആ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ ജയിലിലടച്ചാൽ പോലും അദ്ദേഹത്തിന് ഒരു കൈ പോലും പൊക്കാൻ പറ്റാത്ത, ജയിൽ തുറന്നു വിട്ടാൽ പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു സ്പൂൺ പോലും, ഗ്ലാസ് പോലും കയ്യിൽ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു സ്പൂണും അതുപോലെ ഒരു സ്ട്രോയും കൂടി ആവശ്യപ്പെട്ടിട്ട് പോലും അതുപോലും കൊടുക്കാതിരുന്നു ജയിലിൽ എന്നുള്ളത് നിങ്ങൾ അറിയണം. അത്തരത്തിൽ അദ്ദേഹം ജയിലിൽ കിടന്ന് തന്നെ മരിച്ചുപോയി എന്നുള്ളത് അറിയണം. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി സംഭവവികാസങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകൻ പ്രബീർ പുർക്കായസ്ത, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിലേക്ക് ഏതാണ്ട് 86 കോടി വന്നിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്തകൾ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു വിദേശ കമ്പനിയിൽ നിന്നാണ്, അത് ചട്ടം ലംഘിച്ചാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനടക്കമുള്ള ആളുകളൊക്കെ തന്നെ അത് വിശ്വസിച്ചിരുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ അത്തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ അവർ വളരെ അസന്നിഗ്ധമായി പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ അന്വേഷിച്ച് കണ്ടെത്താനൊന്നും വഴികളുണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ അന്നേരം തന്നെ കോടതി പറഞ്ഞിരുന്നു ഇദ്ദേഹത്തെ ഇങ്ങനെ ജയിലിലിടാൻ കഴിയില്ല, കാരണം അതൊരു PMLA ആക്റ്റാണ്. പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതേ പ്രബീർ പുർക്കായസ്തയൊക്കെ തന്നെ വീണ്ടും നമുക്കറിയാം അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അധികാര പ്രയോഗമാണെന്നും നിയമങ്ങളുടെ ദുരുപയോഗം ചെയ്യലാണ് എന്നുമൊക്കെ കോടതി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിരവധി സംഭവങ്ങൾ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. ദ വയർ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ചാനലിലുള്ള കരൺ താപ്പറും അതിൻ്റെ ഓണറും റിനൗണ്ട് ആയിട്ടുള്ള ജേർണലിസ്റ്റുമായിട്ടുള്ള 2 പേർക്കെതിരെ കേസെടുക്കുകയും അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമം ഉണ്ടായതുമൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെ അടക്കം, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രബീർ പുർക്കായസ്തയെ പോലെയുള്ള വളരെ സ്കോളറായിട്ടുള്ള ഒരാളോടക്കം ഇത്തരത്തിൽ ഫേക്കായിട്ടുള്ള കേസുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൂടാതെ രാഷ്ട്രീയക്കാർക്കെതിരെ
ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയക്കാരിലെ തന്നെ ഏറ്റവും ചെറിയ സംഘടനകളിലായിട്ടുള്ള SDP-യുടെ ആളുകൾ പോലും അവർക്ക് ആശയപരമായി നേരിടേണ്ടതിന് പകരം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കേസുണ്ടെങ്കിൽ അവരെ നിരോധിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, പക്ഷേ അത്തരത്തിലൊന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധം ഉണർന്നേ പറ്റൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു മദ്യനയത്തിൻ്റെ പേരിൽ ആം ആദ്മി പാർട്ടിയെ ഒക്കെ തന്നെ വേട്ടയാടുകയും ഇല്ലാത്ത കേസിൽ അദ്ദേഹത്തെ നിരവധി കാലം ജയിലിലിടുകയും CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും PMLA ആക്ടിൻ്റെയൊക്കെ ഒരു ദുരുപയോഗം തന്നെ നടത്തുകയും അത് ജാമ്യം കിട്ടാത്ത വകുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തന്നെ ചാർജ് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുകളുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പോലും ഈ കേസ് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ കഴിയുന്ന പോരാളികളായിരുന്നു. ഇപ്പോൾ പ്രബീർ പുർഗായസ്തെ ആണെങ്കിലും ഈവൻ കരൺ താപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ വയറിൻ്റെ ഓണറാണെങ്കിലും ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളൊക്കെ ആണെങ്കിലും അവർ വലിയ ഭീഷണികൾ ഉയർത്തിയവരാണ്. കാരണം ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഒക്കെ എതിരെ തന്നെ. പക്ഷേ അത്രയൊന്നും ഭീഷണിയൊന്നും ഉയർത്താത്ത SDP-യുടെ ഒരു ജനറൽ സെക്രട്ടറി 2 മുദ്രാവാക്യം വിളിച്ചാൽ പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഫാസിസം, ഒരു അർദ്ധ ഫാസിസം ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഭയം ഭരണകൂടത്തെ മൂടിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്ന് പറയുന്നൊരു ചാനലാണ്. ഇംഗ്ലീഷിൽ അതിൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൽ 2 പോഡ്കാസ്റ്റുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആ 2 പോഡ്കാസ്റ്റുകളിൽ ഒരെണ്ണം 1 മണിക്കൂർ 44 മിനിറ്റ് ഉള്ളതാണ്, മറ്റതൊരു 50 മിനിറ്റുള്ള പോഡ്കാസ്റ്റാണ്. ആ 50 മിനിറ്റുള്ള രണ്ടാമതിറക്കിയിട്ടുള്ള പോഡ്കാസ്റ്റിൽ എങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്നൊരു കഥയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും കോൺഗ്രസിൽ നിന്ന് വലിയ പിന്തുണ ഇല്ലാതിരുന്നിട്ടും ഹൈക്കമാൻഡിന് വലിയ താല്പര്യമില്ലാതിരുന്നിട്ടും ഇതിനെയൊക്കെ മറികടന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ച കോടീശ്വരൻ ആരാണ് എന്നുള്ളൊരു കഥ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്തരത്തിലുള്ള ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂകളും മാത്രമാണ് ആ ചാനലിൽ ഉണ്ടാവുക. ആ ചാനൽ ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും കാണുകയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും വേണം. കൂടാതെ നമ്മുടെ ചാനലുകളെ ഈ 2 ചാനലുകളും നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പോഡ്കാസ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പോൾ അത് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ ചെയ്താൽ മതി. ആ 2 തരത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഈ ചാനലിൽ. രണ്ടാമത്തേത്, നമ്മളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം ഇത്തരത്തിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നു എന്നുള്ളത് കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളതല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ തെറ്റായ പൊതുബോധങ്ങൾ സൃഷ്ടിക്കാൻ മത്സരിക്കുന്ന നിരവധി ചാനലുകളും മാധ്യമങ്ങളുമൊക്കെയുള്ള ഈ ലോകത്ത് നിങ്ങളെ ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു എളിയ പരിശ്രമം മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വളരെ വളരെ ആവശ്യമാണ്. ഇനി ഇത്തരത്തിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവരും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കാണുകയും അത് താഴെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളെ എൻകറേജ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ടോപ്പിക്കുകൾ സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. 2 ദിവസങ്ങൾ കൊണ്ട് ആ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഏതാണ്ട് 1,30,000-ലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷം നിങ്ങൾ സ്വീകരിച്ചതിന്. ചാനലിൻ്റെ പേരൊരിക്കൽ കൂടി BCC വിത്ത് രതീഷ് ചക്രപാണി.